ഊബിളക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്കിന്ന് ഊബിളക്ക് ഉണ്ടാക്കിയാലോ? ഇതൊരു നോട്ട് ന്യൂട്ടോണിയൻ ഫുള്ളാണ്. ഇത് വാട്ടർ കളർ, ഇത് കോൺസ്റ്റാർച്ച് ആണ്. ഇതിലോട്ട് ആദ്യം കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുക്കാതെ ഒരു ഡ്രോപ്പ് ഈ കളർ വെള്ളത്തിലോട്ട് ഒഴിക്കാവേ. ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ നെക്കുമ്പോൾ കട്ടിയായിട്ട് വരണം, കണ്ടോ? നമുക്ക് എടുക്കുമ്പോൾ സ്ലോ ആയാണ്. ഇത് കുറച്ച് കണ്ടില്ലേ, കല്ല് പോലെ ഇങ്ങനെ അടിക്കുമ്പോൾ കല്ല് പോലെ ഇങ്ങനെ നെങ്ങിയിരിക്കുന്നു. നമ്മൾ ഇനി അങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയുള്ള സാധനമാണെന്ന് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴോ ഇങ്ങനെ അലിഞ്ഞു പോണം. ഇത് കണ്ട കാര്യം അമ്മ വരെ ഇങ്ങനെ കളിക്കുക. എന്ത് കട്ടിയാ! ഇങ്ങനെ ഉരുട്ടി നോക്കട്ടെ. ഉരുട്ടുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടി അയക്കുക താണ്ടെ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ വിടുമ്പോൾ അമ്മയുടെ കീഴിലോട്ട് ഇങ്ങനെ ഒരുങ്ങി പോണുണ്ടോ? എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചപ്പോൾ താണ്ടെ പോയി. എന്നിട്ട് നമ്മളിങ്ങനെ കീഴിട്ടാ അലിഞ്ഞു പോകണം. ക്രീം അതിങ്ങനെ അലിഞ്ഞു പോകണം. കുമാരൻ ഞാൻ ഉണ്ടാക്കിയ സാധനം കൊണ്ട് കളിക്കുക. ഇതെന്താന്ന് അതെന്താണ് ഞാൻ ഉണ്ടാക്കിയതിനെ ഞാൻ പറഞ്ഞുതരട്ടെ. ഇതൊരു കല്ലല്ലേ, ഇത് സോളിഡ് അല്ലേ? സോളിഡ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള അല്ലേ? ഭയങ്കര കട്ടി. നോക്കും, വെള്ളം പോലെയാണോ? ഈ വെള്ളം കണ്ടോ? ഇതൊരു ലിക്വിഡാണ്. ഇത് ഇങ്ങനെ ഒഴുകും അല്ലേ? ഇത് സോളിഡ്, ഇത് ലിക്വിഡ്. അതായത് ഇതൊരു നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിലാണ്. അതായത് സോളിഡിന്റെയും ലിക്വിഡിന്റെയും സ്വഭാവം കാണിക്കും. നിങ്ങൾ കണ്ടല്ലേ, നമ്മളിങ്ങനെ എടുത്തപ്പോൾ കട്ടിയായതും പിന്നെ നമ്മളിങ്ങനെ വെട്ടുമ്പോൾ വെള്ളം പോലെ ആയതും. ഇത് കളിക്കാൻ മാത്രമല്ല കേട്ടോ, പഠിക്കാൻ ഒരു സാധനമാണ്. അതിന് നമുക്ക് ആദ്യം വെള്ളം എടുക്കാം. ചേരിച്ച് വെച്ച് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. എന്തെല്ലാം ഒഴുകി പോയേ? ഓയിലാണ്, എണ്ണ ലിക്വിഡ് അല്ലേ? കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എണ്ണ ഇച്ചിരി ഒഴിക്കാമെന്ന്. പോണ കണ്ടില്ലേ, പയ്യെ പോണം. ഇത് ഹണിയാണ്. ഹണി നമുക്കിനി ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം.
വാട്ടർ, ഓയിൽ, ഹണി. 3 ലിക്വിഡാണ്. പക്ഷെ നിങ്ങൾ ഒഴിച്ചപ്പോൾ നിങ്ങൾ സ്ലോവും സ്പീഡും കണ്ടായിരുന്നോ? ഇത് നല്ല സ്പീഡായിരുന്നു അല്ലേ? ഇത് രണ്ടും സ്ലോ ആയിരുന്നു. വെള്ളത്തിന് കുറച്ച് വിസ്കോസിറ്റി ഉള്ളതുകൊണ്ടാണ് സ്പീഡിൽ ഒഴുകിപ്പോയത്. എണ്ണയ്ക്ക് ഹണിക്ക് കൂടുതൽ വിസ്കോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഹണിയും ഓയിലും പയ്യെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഇതൊക്കെ ഇങ്ങനെ തടഞ്ഞു നിൽക്കാനുള്ള ആൾക്കാരാണ് വിസ്കോസിറ്റി. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാണേ. അതായിരുന്നു പറഞ്ഞാൽ വെള്ളത്തിന് തടയാൻ ഒരാളുള്ളൂ. പിന്നെ ഹണിനെ തടഞ്ഞു നിൽക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിന് കുറവ് വിസ്കോസിറ്റി, ഇതിന് കൂടുതൽ വിസ്കോസിറ്റി. ഇതൊക്കെ ന്യൂട്ടോണിൻ്റെ റൂൾസ് ആണ്. അതായത് ഇത് നോൺ ന്യൂട്ടോൺ ആണ്. ഇത് സോളിഡ് ആണ്, ഇത് ലിക്വിഡും ആണ്. ഇതിന് കറക്റ്റായിട്ട് വിസ്കോസിറ്റി ഇല്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ വിസ്കോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ പഠിക്കും കേട്ടോ. ഇത് എനിക്ക് അമ്മ പറഞ്ഞു തന്നെയാണ്. എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞെന്നോ. നിങ്ങളിത് കളിക്കാനാണെങ്കിൽ ഇത് ഒന്നയ്ക്ക് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ. നേരം കളിക്കട്ടെ.